ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലു ബെല്ലു ഹില്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസിൻ്റെ രണ്ടാം ഭാഗവുമായാണ് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയും ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും അക്ഷരമുറ്റം ക്വിസിൽ വിജയിക്കാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ISRO അഥവാ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം വി നാരായണൻ. മരട് എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. കേരളത്തിലെ ആരോഗ്യമന്ത്രി ആര്? ഉത്തരം വീണ ജോർജ്. പഞ്ചായത്തിൽ കൃഷി സംബന്ധിച്ച വിവരങ്ങൾ നൽകാനും കർഷകരെ സഹായിക്കുന്നതിനുമായുള്ള ഓഫീസ് ഏതാണ്? ഉത്തരം കൃഷിഭവൻ അഥവാ കൃഷി ഓഫീസ്. ശുചിത്വ മിഷന്റെ അടയാളത്തിൽ അഥവാ എംബ്ലത്തിൽ ഒരു പക്ഷി ചൂൽ പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് ഉള്ളത്. ഏതാണ് ഈ പക്ഷി? ഉത്തരം കാക്ക. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന ദിനം ഏത്? ഉത്തരം ആഗസ്റ്റ് 9. കേരളത്തിൽ അവസാനമായി രൂപീകൃതമായ ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച പ്രശസ്തനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം അയ്യങ്കാളി. ശ്രീനാരായണ ഗുരു ജനിച്ചത് എവിടെ? ഉത്തരം ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ല. ലോകത്ത് മുള ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏത്? ഉത്തരം ചൈന. ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ജി ശങ്കരക്കുറുപ്പിന്. ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ഏത്? ഉത്തരം 1965. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്ര? ഉത്തരം 11 ലക്ഷം രൂപ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യമായിരുന്നു. ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഏറ്റവും മികച്ച കുടുംബ ആരോഗ്യ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് കേന്ദ്രം? ഉത്തരം കയ്യൂർ കുടുംബ ആരോഗ്യ കേന്ദ്രം. ഏറ്റവും ആദ്യം ശരിയുത്തരം അയച്ചിരിക്കുന്നത് അമിതേഷ് അമി എന്ന അക്കൗണ്ടാണ്. രണ്ടാമതായി FN സൈഹ എന്ന അക്കൗണ്ട്. മൂന്നാമതായി പാത്തുഹാന എന്ന അക്കൗണ്ട്. നാലാമതായി ലെന. അഞ്ചാമതായി വസുദേവ്. ശരിയുത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി ഏത്? ഉത്തരം ഓടക്കുഴൽ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെ? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി, MT, ONV, അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവർ. ജ്ഞാനപീഠം എന്ന സ്ഥാപനം ആരംഭിച്ചത് ആര്? ഉത്തരം സാഹു ജെയിൻ കുടുംബത്തിലെ ശാന്തി പ്രസാദ് ജെയിൻ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? ഉത്തരം അന്തിമഹാകാലം. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആര്? ഉത്തരം ആശാപൂർണ ദേവി. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ. ഈ വരികൾ എഴുതിയത് ആര്? ഉത്തരം കുമാരനാശാൻ. ഡൽഹിക്കും ലക്നൌവിനും ഇടയിൽ ഓടുന്ന തേജസ് എക്സ്പ്രസിന്റെ പ്രത്യേകത എന്താണ്? ഉത്തരം ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തീവണ്ടി. അന്യായമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരെ പ്രയോഗിക്കുന്ന റിട്ട് ഹർജി ഏതാണ്?
ഉത്തരം ഹേബിയസ് കോർപ്പസ്. 2019 സുവർണ ജൂബിലി ആഘോഷിച്ച OV വിജയന്റെ നോവൽ ഏത്? ഉത്തരം ഖസാക്കിന്റെ ഇതിഹാസം. പതാകകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതു രാജ്യത്തിന്റെ പതാകയാണ്? ഉത്തരം നോർവേ. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള ടെസ്റ്റ് മത്സരങ്ങളിലെ വിജയികൾക്കാണ് ഫ്രീഡം ട്രോഫി നൽകുന്നത്? ഉത്തരം ദക്ഷിണാഫ്രിക്ക. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. കേരള സംസ്ഥാന സഹകരണ ബാങ്കിനെയും 14 ജില്ലാ സഹകരണ ബാങ്കുകളെയും ലയിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ തുടങ്ങിയ ബാങ്ക് ഏത്? ഉത്തരം കേരള ബാങ്ക്. കുഞ്ഞാലി മരയ്ക്കാർ ഏത് രാജാവിന്റെ നാവികപ്പടയുടെ നായകനായിരുന്നു? ഉത്തരം സാമൂതിരി. ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്ന സെപ്റ്റംബർ 5 ആരുടെ ജന്മദിനമാണ്? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ. 2024 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഉത്തരം അശോകൻ ചരുവിൽ. വയലാർ അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്ക്? ഉത്തരം ലളിതാംബിക അന്തർജനം. വയലാർ അവാർഡിന്റെ സമ്മാനത്തുക എത്ര? ഉത്തരം 1,00,000 രൂപ. വയലാർ പുരസ്കാരം നൽകി തുടങ്ങിയത് എപ്പോൾ? ഉത്തരം 1977 മുതൽ. 2024 JC ഡാനിയേൽ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം ഷാജി N കരുൺ. ആദ്യ JC ഡാനിയേൽ പുരസ്കാരം നേടിയത് ആര്? ഉത്തരം TE വാസുദേവൻ. മലയാള സിനിമയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആര്? ഉത്തരം JC ഡാനിയേൽ. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കായി കേരള സർക്കാരിന് കീഴിലുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നൽകുന്ന പുരസ്കാരം ഏത്? ഉത്തരം JC ഡാനിയേൽ അവാർഡ്. ആരാണ് ഇപ്പോൾ RBI ഗവർണർ? ഉത്തരം സഞ്ജയ് മൽഹോത്ര. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരി, നോബൽ പുലിസ്റ്റർ അവാർഡ് ജേതാവ് അടുത്തിടെ അന്തരിച്ചു. കറുത്ത വർഗക്കാർ നേരിടുന്ന വിവേചനത്തിന്റെ നേർക്കാഴ്ചകളാണ് അവരുടെ രചനകൾ. ആരാണ് ഇവർ? ഉത്തരം ടോണി മോറിസൺ. ഈ വർഷത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച വനിതാ മന്ത്രി ആര്? ഉത്തരം നിർമ്മല സീതാരാമൻ. ഇന്ത്യൻ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ മന്ത്രി ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ചത് ഹിരോഷിമയിലായിരുന്നല്ലോ. ഓഗസ്റ്റിലെ തിങ്കളാഴ്ച രാവിലെ 8:15 ഇത്. ഏത് വർഷമാണ് ഇത് സംഭവിച്ചത്? ഉത്തരം 1945. കബി കബി മേരെ ദിൽ മേ എന്ന പ്രശസ്ത സിനിമാ ഗാനത്തിന് സംഗീതം പകർന്നത് ആര്? ഉത്തരം മുഹമ്മദ് ഖയ്യാം സഫൂർ. മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ 80ാമത് അവയവം ഏത്? ഉത്തരം ഇന്റർസ്റ്റീഷ്യം. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം പാരാതെർമോൺ. ഇന്ത്യയിൽ പക്ഷി നിരീക്ഷണത്തിന് അടിത്തറയിട്ട സാലിം അലിയുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. ഏതാണ് ആ ദിവസം?
ഉത്തരം നവംബർ 12. എബോള രോഗം പരത്തുന്ന ജീവി ഏത്? ഉത്തരം വവ്വാൽ. മുടിക്കോട് ലോക്കൽ എന്നത് അത്യുൽപാദന ശേഷിയുള്ള ഏത് പച്ചക്കറി ഇനമാണ്? ഉത്തരം വെള്ളരി. ജമ്മു കാശ്മീർ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു? ഉത്തരം 2. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ബോണസ് ചോദ്യമാണ്. ചോദ്യം ഇതാണ്: കിം ജോങ് ഉൻ ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്? ഉത്തരം എത്രയും പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിജയികളുടെ പേര് അടുത്ത വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ വീണ്ടും കാണുക, ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായി പഠിക്കുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ തന്നെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക.